ഇങ്ങനെ 2 ദിവസം പഠിപ്പിച്ചാ ഞാൻ ഫയർ പോലെ ഓടിക്കുവണ്ണ. നേരെ നോക്കി ഓടിക്കാ. നേരെ നോക്കി ഓടിക്കേ. നേരെയാ നോക്കുന്നേ. കുനിഞ്ഞ എത്തുന്നത് നേരെയാ നോക്കുന്നത്. അയ്യോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. പൊടി പൊടി. നിർത്താൻ. ഇതെന്തോന്ന് പഠിപ്പീര്, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാ. ഇവിടെ കിടന്ന് കറങ്ങിയാ മതി. എന്നെ പഠിപ്പിച്ചാൽ തനിക്ക് തന്നെ എന്റെ പ്രയോജനം. എന്ത് പ്രയോജനം? പലപ്പോഴും മീനോ ഇറച്ചിയോ വാങ്ങിക്കാൻ. അതിനവിടെ സൈക്കിൾ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് പോയാൽ മതി. അയ്യാ, നമ്മുടെ നന്ദന് വല്ലതും കൊടുത്തോ? രാവിലെ വെറും വയറ്റിൽ അവൻ ഇറങ്ങിയതാ. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഓ, ഒന്നുമില്ല സനിച്ച. പിന്നെന്താ, രണ്ടുണ്ടോ? സംഗതിയൊക്കെ ആകെ മാറി. ഞാനിപ്പോ എന്റെ വീട്ടിലൊരു അന്യനായി മാറിയിരിക്കേ. അതെന്താ കളി അങ്ങനെ? നന്ദൻ വരുന്നു, എന്നെ കണ്ടൊരു സലാം വെച്ചെങ്കിലായി, ഇല്ലെങ്കിലായി. നമ്മളാരുമല്ലല്ലോ. ഒന്നും പറയണ്ട, അവനായിപ്പോ അവിടുത്തെ എല്ലാം. അതിന് കാരണം നന്ദൻ നിന്റെ സഹോദരി ദേവി മേനോനുമായി പ്രേമത്തിലാണ്. പ്രേമിച്ചോട്ടെ, പ്രേമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാലും എന്റെ വീട്ടിലെ സനിച്ച, ഞാനല്ലേ അവനെ അവിടെ കൊണ്ട് പരിചയപ്പെടുത്തിയത്. എന്നിട്ട് നമ്മളെ ഒരുമാതിരി 7-ാം കൂലിയാക്കിയാലോ? മനഃപൂർവ്വമല്ല, ഒക്കെ നിന്റെ തോന്നല. അളിയാ, പ്രേമം അസ്ഥി പിടിച്ചിരിക്കുന്ന സമയമാണ്. നീ ഒന്നും പറയണ്ട, കറങ്ങി തിരിഞ്ഞിങ്ങി വരും. നന്ദനും ദേവിയും പ്രേമിച്ചോട്ടെ. എനിക്ക് എന്റെ കാമുകയെ കാണാൻ സമയമായി. നിങ്ങൾ ഇവിടെ ഇരിക്കേ. വേറൊരസ്ഥി.